തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അത് താങ്കളുടെ ലൈഫിൽ ഒരു വലിയൊരു സക്സസ്ഫുൾ ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിൽ നിന്നാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്ക് ഇപ്പം എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ എനിക്കതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്ര മധുരമുള്ളൊരു കുട്ടിക്കാലമായിരുന്നില്ല. അത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം ഫാദറിന് കുറേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പുള്ളി വളരെ കഠിനാധ്വാനം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നോക്കിയത്. പക്ഷേ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഫാദറിന് ചെറിയ അകറ്റി നിർത്തലുകളും കാരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ് എൻ്റെ കുട്ടിക്കാലം, ഞാനാണ് മൂത്ത മകൻ, കുട്ടിക്കാലം കടന്നു പോയത്. സോ എൻ്റെ മദറും അതുപോലെ തന്നെ എൻ്റെ ഫാദറും ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതും കരയുന്നതും ഒക്കെ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്വാഭാവികമായിട്ടും അത് ബാക്കി വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, എൻ്റെ ഫാദറിനും മദറിനും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക, എൻ്റെ ഉള്ളിൽ എനിക്ക് സക്സസ് ആകണം എന്നുള്ളതിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫാദറും മദറും കുട്ടിക്കാലത്ത് അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും കണ്ണീരും നേരിട്ട് കണ്ടിട്ടുണ്ട്. മൂത്ത മകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മദർ കരയുന്നതും മദറിൻ്റെ കണ്ണുനീര് എൻ്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു തീക്കനലുള്ള ഓർമ്മ തന്നെയാണ്.